Hi all, welcome to the world of statistics. Today we are discussing some extra topics in our sampling techniques. So, we starting simple random sampling and important all the important topics we discuss simple random sampling, systemized sampling, stratified sampling, and all others. And importantly, PPS sampling. Probability proportional to size sampling. അത് കഴിയുമ്പോൾ ഈ PPS സാമ്പിളിങ്ങിന്റെ ബാക്കിയായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വാർണേഴ്സ് റാൻഡമൈസ്ഡ് റെസ്പോൺസ് ടെക്നിക്, ഇംപ്യൂട്ടേഷൻ, ഇന്റർപെനിട്രേറ്റിംഗ് ഓഫ് സബ് സാമ്പിൾസ്, റാവു ഹാറ്റ്ലെ കൊഹ്റാൻ സാമ്പിളിംഗ്. അപ്പൊ ഇത്രയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ടോപ്പിക്കുകളാണ് അതിലുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. So first one is Warner's randomized response technique. Warner's randomized response technique. എപ്പോഴാണ് ഈ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ടെക്നിക്ക് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണ്? When we dealing with very sensitive type of surveys. ഭയങ്കര സെൻസിറ്റീവ് ടൈപ്പ് ഓഫ് സർവേസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കിന്റെ യൂസ് ഉണ്ടാവുക. ഓക്കെ, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെൻസിറ്റീവ് സർവേസ് നടത്തുമ്പോൾ ഈ സെൻസിറ്റീവ് സർവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, when dealing with the survey related to smoking. ചില ആൾക്കാർക്ക് ഇപ്പൊ നല്ല സൊസൈറ്റിയിൽ ഭയങ്കര എന്താ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരോട് അവരുടെ സ്മോക്കിംഗ് ഹാബിറ്റിനെ പറ്റി സംസാരിച്ചാൽ മേ ബി അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. ഇഷ്ടമാവുക ഇൻ ദ സെൻസ് അവർക്ക് റെസ്പോൺസ് തരാൻ നല്ല മടി ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ ചില വുമനോട് നമ്മൾ അവരുടെ അബോർഷൻ സ്റ്റാറ്റസിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ എന്താ പറയാ റെഫ്യൂസ്ഡ് ടു ആൻസർ. അവർ നമുക്ക് ആൻസർ തരാനായിട്ട് റെഫ്യൂസ്ഡ് ആവും. ബിക്കോസ് അവർക്ക് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് കാര്യങ്ങള് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് റെസ്പോണ്ടന്റ് പ്രൈവസി വെൻ ആസ്കിംഗ് സെൻസിറ്റീവ് ടോപ്പിക്സ്. റെസ്പോണ്ടന്റിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു പ്രൊട്ടക്ട് റെസ്പോണ്ടന്റ് പ്രൈവസി when asking sensitive topics. When asking sensitive topics. സെൻസിറ്റീവ് ടോപ്പിക്സ് നമ്മൾ ചോദിക്കുമ്പോൾ റെസ്പോണ്ടന്റിന്റെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതായത് when we directly asking questions related to these sensitive topics, നമ്മൾ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ദേ ആർ റെഫ്യൂസ് ടു ആൻസർ. അവർ നമുക്ക് ആൻസർ തരാൻ മടി കാണിക്കും. ദാറ്റ് ലീഡിങ് ടു ബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. അങ്ങനെ വരുമ്പോൾ ബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ ബയസ്ഡ് എസ്റ്റിമേറ്റ് കൊണ്ട് നമുക്ക് എപ്പോഴും യൂസ് ഇല്ല. അതിനുള്ളൊരു സൊല്യൂഷൻ ആണ് വാർണേഴ്സ് റാൻഡമൈസ്ഡ് റെസ്പോൺസ് ടെക്നിക്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ശരിക്കും ചെയ്യുക? The interviewer doesn't know which question the respondent is asking. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, അതിൽ അതായത് ആൻസർ ഒരു പക്ഷെ ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഇപ്പൊ ആൻസർ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയോ? നമ്മളൊരു കോയിൻ ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറയും. എന്നിട്ട് പറയും ഹെഡ് വീണാൽ ട്രൂ ആയിട്ട് എടുക്കാം, ടെയിൽ വീണാൽ ഫോൾസ് ആയിട്ട് എടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടീഷൻസ് വെക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയില്ല. അപ്പൊ ഈ ഇന്റർവ്യൂവറുടെ കയ്യിൽ എന്തേ ഉള്ളൂ? ഈ എസ് ഓർ നോയുടെ ഒരു ലിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് അറിയണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്താ പറയാ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ചെയ്യുന്ന ടെക്നിക്കാണ് വാർണേഴ്സ് റാൻഡമൈസ്ഡ് റെസ്പോൺസ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വാർണേഴ്സ് റാൻഡമൈസ്ഡ് റെസ്പോൺസ് ടെക്നിക്.
നെക്സ്റ്റ് വൺ ഇസ് ഇംപ്യൂട്ടേഷൻ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഇംപ്യൂട്ടേഷൻ. ഇംപ്യൂട്ടേഷൻ എന്താന്ന് ചോദിച്ചാല്, if we are doing a survey, നമ്മളൊരു സർവേ ചെയ്യാണ്, but there are more non-responses occurs. അവിടെ ഭയങ്കരമായിട്ട് നോൺ റെസ്പോൺസസ് ഉണ്ടായി എന്ന് വിചാരിക്കാം. അതായത് ഈ നോൺ റെസ്പോൺസസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം? അതായത് നമ്മളിപ്പോ ഒരു സർവേ ചെയ്യുന്നു, if we doing a survey and there occurs so much non-responses. ഈ നോൺ റെസ്പോൺസസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം? ഒന്നുകിൽ ഡിനൈ ടു ആൻസർ, അവർക്ക് പറയാൻ വയ്യ, ഡിനൈ ടു ആൻസർ, അവർ ആൻസർ തരുന്നില്ല. അല്ലെങ്കിൽ നോട്ട് അവൈലബിലിറ്റി അറ്റ് ഹോം, വീട്ടിൽ ഉണ്ടാവണം എന്നില്ല, നോട്ട് അവൈലബിൾ അറ്റ് ഹോം, വീട്ടിൽ ഉണ്ടാവണം എന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അതായത് ഇന്റർവ്യൂവർ ഒരു ക്വസ്റ്റനെയറും ഒക്കെ ആയിട്ട് വിസിറ്റ് ചെയ്തു, അപ്പോൾ നോട്ട് അവൈലബിൾ അറ്റ് ഹോം, ചിലപ്പോൾ ആള് വീട്ടിൽ ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ അവിടുന്ന് സ്ഥലം മാറി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ ദേ ആർ എന്താ പറയാ, കോൺഷ്യസ്ലി ഡിനൈ ടു ആൻസർ, അവർ കോൺഷ്യസ് ആയിട്ട് തന്നെ ആൻസർ പറയാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നോൺ റെസ്പോൺസസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതിന്റെ ഫലമായിട്ട് അവിടെ എന്താ സംഭവിക്കുക? we will get some missing values. അപ്പൊ നമുക്ക് ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. സോ അവിടെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായി, മിസ്സിംഗ് വാല്യൂസ് ഇൻ സർവേ. ആ സർവേയിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ കൈൻഡ് ഓഫ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്. ഇതൊരു കൈൻഡ് ഓഫ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്, അല്ലെ? സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പിൾ ചൂസ് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന എററുകളാണ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം, അതായത് ക്ലാസിഫിക്കേഷന്റെ സമയത്ത്, ടാബുലേഷന്റെ സമയത്ത്, ഇമ്പോർട്ടന്റ്ലി ഡേറ്റ കളക്ഷന്റെ സമയത്ത്, അനാലിസിസിന്റെ സമയത്ത്, ഇന്റർപ്രിട്ടേഷന്റെ സമയത്ത് ഒക്കെ ഉണ്ടാവുന്ന എററുകളാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ നോൺ റെസ്പോൺസസ് ഉണ്ടാവുമ്പോൾ that may leads to some missing values in the survey. ആ സർവേയിൽ അതൊരു മിസ്സിംഗ് വാല്യൂ ആയിട്ട് മാറാണ്. ഇനി ഇങ്ങനെയുള്ള നോൺ സാമ്പിളിംഗ് എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്യൂട്ടേഷൻ യൂസ് ചെയ്യും. ടു അവോയ്ഡ് ദീസ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇംപ്യൂട്ടേഷൻ യൂസ് ചെയ്യും. ഇങ്ങനെ മിസ്സിംഗ് വാല്യൂ ഉണ്ടാവുന്നവരെയാണ് നമ്മൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇംപ്യൂട്ടേഷൻ യൂസ് ചെയ്യും. വി ഇംപ്യൂട്ട് സം വാല്യൂസ് ഇൻ ദ മിസ്സിംഗ് ഡേറ്റ. ആ മിസ്സിംഗ് പ്ലേസിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ഇംപ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു ദ മിസ്സിംഗ് വാല്യൂ. ആ മിസ്സിംഗ് വാല്യൂവിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഇംപ്യൂട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല. ഈ ഇംപ്യൂട്ടേഷൻ പലതരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡിഡക്റ്റീവ് ഇംപ്യൂട്ടേഷൻ. ഡിഡക്റ്റീവ് ഇംപ്യൂട്ടേഷൻ. വാട്ട് ഇസ് ഡിഡക്റ്റീവ് ഇംപ്യൂട്ടേഷൻ? ഇംപ്യൂട്ടേഷന്റെ ഒരു ഐഡിയൽ ഫോം ആണ് ഡിഡക്റ്റീവ് ഇംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഐഡിയൽ ഫോം ഓഫ് ഇംപ്യൂട്ടേഷൻ. ഹിയർ ദ മിസ്സിംഗ് വാല്യൂസ് ആർ ഡിഡക്റ്റഡ് വിത്ത് സെർട്ടൈനിറ്റി. അതായത് ചില എന്താ പറയുക, ഒരു സെർട്ടൈനിറ്റിയിൽ നമ്മൾ ഈ മിസ്സിംഗ് വാല്യൂസിനെ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. അവിടുന്ന് മിസ്സിംഗ് വാല്യൂസ് ആർ ഡിഡക്റ്റഡ് വിത്ത് സെർട്ടൈനിറ്റി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. രണ്ടാമത്തത് മീൻ ഇംപ്യൂട്ടേഷൻ. മീൻ ഇംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we take average of all other values together. ബാക്കിയുള്ള, അതായത് ഇപ്പൊ ഞാൻ ഒരു സീരീസ് എഴുതാണ്, 1 2 3 4, ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ടായി, then 6 7 8 9, വീണ്ടും again ഒരു മിസ്സിംഗ് വാല്യൂ ഉണ്ടായി, and some values also there. അപ്പൊ ഇവിടെ എനിക്ക് രണ്ട് മിസ്സിംഗ് വാല്യൂസ് ആണ്, എന്താ പറയാ, ഡയറക്ട്ലി നമുക്ക് ഷോ ആയിട്ടുള്ളത് രണ്ട് മിസ്സിംഗ് വാല്യൂസ് ആണ്. അപ്പൊ ഈ രണ്ട് മിസ്സിംഗ് വാല്യൂസിന് ഞാൻ എന്ത് ചെയ്യും?
take the average of all other values together. ബാക്കിയുള്ള എല്ലാ വാല്യൂസിന്റെയും ആവറേജ് കണ്ടുപിടിക്കും ആൻഡ് ഇംപ്യൂട്ട് ഇൻ ദ മിസ്സിംഗ് പൊസിഷൻ. എന്നിട്ട് ഈ മിസ്സിംഗ് പൊസിഷനിലോട്ട് അത് ഇംപ്യൂട്ട് ചെയ്യും ആൻഡ് ഇംപ്യൂട്ട് ഇൻ ദ മിസ്സിംഗ് പൊസിഷൻ. അത് മിസ്സിംഗ് പൊസിഷനിലേക്ക് നമ്മൾ ഇംപ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് മീൻ ഇംപ്യൂട്ടേഷൻ. അതാണ് മീൻ ഇംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Just taking average of all other values and impute to the missing position. That's very simple. And zero imputation. Next one is zero imputation. Impute zero in front of missing value. Impute zero in front of missing value. മിസ്സിംഗ് വാല്യൂയുടെ സ്ഥലത്ത് നമ്മൾ സീറോ ഇംപ്യൂട്ട് ചെയ്യും. വെറുതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഇംപ്യൂട്ട് സീറോ. ഇറ്റ്സ് വെരി സിമ്പിൾ. ദെൻ റിഗ്രഷൻ ഇംപ്യൂട്ടേഷൻ. റിഗ്രഷൻ ഇംപ്യൂട്ടേഷൻ. ഇത് മീൻ ഇംപ്യൂട്ടേഷന്റെ ഒരു ഓപ്പോസിറ്റ് സംഭവമാണ്. എ റിഗ്രഷൻ മോഡൽ ഇസ് എസ്റ്റിമേറ്റഡ് ടു പ്രെഡിക്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ. A regression model is estimated to predict observed values of a variable based on other variables and that model is then used to impute values in case of missing. അപ്പോൾ ഒരു റിഗ്രഷൻ മോഡൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും ടു പ്രെഡിക്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y is equal to a plus bx. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? y എസ്റ്റിമേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രെഡിക്ട് ദ ഒബ്സർവ്ഡ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ ബേസ്ഡ് ഓൺ ദ അതർ വേരിയബിൾസ്. x എന്ന് പറയുന്ന വേരിയബിളിന്റെ ബേസിൽ നമ്മൾ y എസ്റ്റിമേറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എവിടെ ഇംപ്യൂട്ട് ചെയ്യും? ആ മിസ്സിംഗ് വാല്യൂയിലോട്ട് ഇംപ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് സിമ്പിൾ. അത്രേ ഉള്ളൂ, കാര്യം അത്രേ ഉള്ളൂ. നമ്മൾ ഒരു റിഗ്രഷൻ മോഡൽ എടുക്കും. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്ന് പറയുന്ന ഒരു റിഗ്രഷൻ മോഡൽ നമ്മൾ എടുത്തു. ആൻഡ് ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രെഡിക്ട് ദാറ്റ് വേരിയബിൾ ബേസ്ഡ് ഓൺ സം അതർ വേരിയബിൾസ്. എക്സിന്റെ ബേസിൽ നമ്മൾ y എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടിയ വാല്യൂ നമ്മൾ മിസ്സിംഗ് വാല്യൂല് പ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് റിഗ്രഷൻ ഇംപ്യൂട്ടേഷൻ. ഓക്കെ. Another one is called Decker method. Select donors from another data set. അതായത് ഈ ഡോണർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മിസ്സിംഗ് വാല്യൂലോട്ട് ഇംപ്യൂട്ട് ചെയ്യേണ്ട പോയിന്റ് അല്ലെങ്കിൽ ആ വാല്യൂ. ആ വാല്യൂനെ മറ്റൊരു ഡേറ്റാ സെറ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു സർവേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീവിയസ്ലി ഞാൻ ഒരു സർവേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രീവിയസ് സർവേയിൽ നിന്ന് ഞാൻ എന്ത് സെലക്ട് ചെയ്യുന്നു? ആ വാല്യൂ സെലക്ട് ചെയ്യും. സെലക്ട് donors from another data set. വേറൊരു ഡേറ്റാ സെറ്റിൽ നിന്ന് ഞാൻ ഡോണറെ സെലക്ട് ചെയ്യും. ആൻഡ് റീപ്ലേസ് മിസ്സിംഗ് വാല്യൂ ബൈ ഓൾഡർ ഡേറ്റ ഫ്രം പ്രീവിയസ് സർവേ. അതൊരു എക്സാമ്പിൾ ആണ്. ഒരു പ്രീവിയസ് സർവേയിൽ നിന്ന് ഞാൻ ആ ഡേറ്റ എടുത്ത് ഇംപ്യൂട്ട് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ഡെക്ക് മെത്തേഡ്. അത് വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് ഇതിനെ കോൾഡ് ഡെക്ക് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.
And the last one is hot deck method. Hot deck method. Missing value was imputed from a randomly selected similar record. From a randomly selected similar record. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡേറ്റാ സെറ്റ് ഉണ്ടല്ലോ, അതിൽ ചില വാല്യൂസ് ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെയിം ഡേറ്റാ സെറ്റിൽ നിന്ന് തന്നെ, ആ കയ്യിലുള്ള ഡേറ്റയിൽ നിന്ന് തന്നെ റാൻഡം ആയിട്ട് ഒരെണ്ണം ചൂസ് ചെയ്താൽ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ 1, 2, 3 വിച്ച് ഇസ് മിസ്സിംഗ് ആൻഡ് 5, 6, 7. ഒന്നുകിൽ 3 ഞാൻ ഇംപ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ 5 ഇംപ്യൂട്ട് ചെയ്യും. അതാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് മിസ്സിംഗ് വാല്യൂ വി ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് പ്രിസീഡിംഗ് ഓർ സക്സീഡിംഗ് വാല്യൂ. പ്രിസീഡിംഗിൽ ഏതെങ്കിലും ഒരു വാല്യൂ അല്ലെങ്കിൽ സക്സീഡിംഗിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇംപ്യൂട്ട് ചെയ്യും. That is hot deck method. ഇത്ര സിമ്പിൾ ആയിട്ടേ നമുക്ക് ഇത് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ആ ഡേറ്റാ സെറ്റിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, യൂഷ്വലി വി ആർ ഡൂയിങ് ദ പ്രിസീഡിംഗ് ഓർ സക്സീഡിംഗ് വാല്യൂ വിൽ ബി ഡ്യൂപ്ലിക്കേറ്റഡ്. ഏതെങ്കിലും ഒരെണ്ണം തന്നെ നമ്മൾ സിമിലർ ആയിട്ട് അത് അവിടെ കൊടുക്കും. ദാറ്റ് ഇസ് ഹാർഡ് ഡെക്ക് മെത്തേഡ്. ഇത്രയുമാണ് ഇംപ്യൂട്ടേഷനിൽ പറയാനുള്ളത്. അപ്പോ ഇംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവുമ്പോൾ അവിടെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാകുന്നു. ആ മിസ്സിംഗ് വാല്യൂസിനെ സോൾവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളാണ് ഇംപ്യൂട്ടേഷനിൽ പറയുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ്, അത് നമ്മൾ ജസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നു വിത്ത് സെർട്ടൈനിറ്റി. 2, മീൻ ഇംപ്യൂട്ടേഷൻ, ആ മിസ്സിംഗ് ആയത് ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ എല്ലാം ആവറേജ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സീറോ ഇംപ്യൂട്ടേഷൻ, ജസ്റ്റ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റിഗ്രഷൻ ഇംപ്യൂട്ടേഷൻ, ഒരു റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ഇംപ്യൂട്ട് ചെയ്യുന്നു. കോൾഡ് ഡെക്ക് മെത്തേഡ് ആൻഡ് ഹോട്ട് ഡെക്ക് മെത്തേഡ്. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് imputation. Next important one is Rao-Hartley Cochrane sampling. ഇത് കുറച്ച് സ്റ്റെപ്പ് ആയിട്ടാണ് പറയാം. ആദ്യം എന്താണ് RHC സാമ്പിളിംഗ് എന്ന് നമ്മൾ ഇതിനെ പറയൂ കേട്ടോ. RHC സാമ്പിളിംഗ്. വാട്ട് ഇസ് RHC സാമ്പിളിംഗ്? RHC സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊസീജിയർ ഫോർ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് സ്കീം ഫോർ സെലക്ടിംഗ് സാമ്പിൾ ഓഫ് സൈസ് n. അതായത് നമ്മൾ PPS വിതൗട്ട് റീപ്ലേസ്മെന്റ് ഉപയോഗിച്ച് സാമ്പിൾ സെലക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മെത്തേഡ് ആണ് RHC മെത്തേഡ്. PPS സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ്. PPS സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. PPS സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്തിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ RHC മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ് ഈ മെത്തേഡ് റൺ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദ പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു K ഗ്രൂപ്പ്സ്. നമ്മൾ നമ്മുടെ പോപ്പുലേഷനെ K ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ഇൻടു K ഗ്രൂപ്പ്സ്. നമ്മൾ നമ്മുടെ പോപ്പുലേഷനെ K ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫ്രം ഈച്ച് ഗ്രൂപ്പ്, എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? എ സിംഗിൾ യൂണിറ്റ് സെലക്ടഡ്. ഒരു സിംഗിൾ യൂണിറ്റ് വീതം സെലക്ട് ചെയ്യുന്നു. വിത്ത് എ പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സൈസ് യൂസിങ് PPS. പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു ഇറ്റ് സൈസ്. ആ ഗ്രൂപ്പുകളുടെ സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഉള്ള പ്രോബബിലിറ്റിയിൽ ഓരോ യൂണിറ്റിനെ വീതം സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ടെക്നിക് എന്ന് പറയുന്നത് PPS സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്തിട്ട് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ പോപ്പുലേഷനെ K ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ K ഗ്രൂപ്പ്സ് ആർ ദെയർ. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ യൂണിറ്റ് വീതം സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സൈസ്. സൈസിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പ്രോബബിലിറ്റി സെലക്ട് ചെയ്യുന്നത്. ഇനി ഓരോ ഗ്രൂപ്പിലും ആദ്യത്തെ ഗ്രൂപ്പിൽ N1 ആൾക്കാരുണ്ടാവും, രണ്ടാമത്തെ ഗ്രൂപ്പിൽ ക്യാപിറ്റൽ N2 ആൾക്കാരുണ്ടാവും, എക്സെട്ര അപ് ടു Kth ഗ്രൂപ്പിൽ ക്യാപിറ്റൽ NK ആൾക്കാരുണ്ടാവും. ഓക്കെ,
ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ക്യാപിറ്റൽ n കിട്ടുകയും വേണം, ദ ഹോൾ പോപ്പുലേഷൻ. ഇനി ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് പോയിന്റുകളായിട്ട് പറയാനുള്ളത്, ഒന്ന്, സെലക്ട് വൺ ഗ്രൂപ്പ് ഇൻഡിപെൻഡന്റ്ലി ഫ്രം ഈച്ച് ഗ്രൂപ്പ്, ദിസ് ഗിവ്സ് ദ ടോട്ടൽ ഓഫ് n യൂണിറ്റ്. അതായത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്തുല്ലോ, ഈ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തത് എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആക്കുമ്പോൾ നമുക്ക് സാമ്പിൾ കിട്ടും. ഓക്കെ, then here the probability of selecting ui, അതായത് ഒരു യൂണിറ്റ് in the sample, into the സാമ്പിളിലോട്ട് ഫ്രം ജീത്ത് ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, ജീത്ത് ഗ്രൂപ്പ്, ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു യൂണിറ്റ് സാമ്പിളിലോട്ട് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു xi ബൈ xg. xg എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ സമ്മേഷൻ i ഈക്വൽ ടു 1 to ng xi. അതെന്തുകൊണ്ടാണ് പ്രോബബിലിറ്റി ഇങ്ങനെ വന്നേ, അത് നമുക്ക് ഊഹിക്കാം. ബിക്കോസ് PPA സാമ്പിളിങ്ങിൽ അതാണ് പ്രോബബിലിറ്റി വരെ, xi ബൈ x. ഇവിടെ xg എന്ന് പറഞ്ഞു ഡിനോമിനേറ്ററിൽ. xg എന്താ, ആ g വരെയുള്ള ഗ്രൂപ്പുകളുടെ ടോട്ടൽ, ഗ്രൂപ്പുകളുടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ ടോട്ടൽ. ഓക്കെ, സെക്കൻഡ് വൺ, the RHC estimator of the population total. പോപ്പുലേഷൻ ടോട്ടലിന്റെ എസ്റ്റിമേറ്റർ. ഈ ഒരു മെത്തേഡ് അനുസരിച്ചുള്ള എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് y cap RHC is equal to summation g equal to 1 to small n ygi by pi star is equal to summation over g equal to 1 to small n y cap g. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റർ. അത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ദിസ് ഇസ് ദ എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ ടോട്ടൽ. ഇവിടെ ഈ YGI എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വാല്യൂ ഓഫ് ദ സ്റ്റഡി വേരിയേറ്റ്, value of the study variate for the ith unit, in the jth group. jth ഗ്രൂപ്പിലുള്ള ith യൂണിറ്റിന്റെ സ്റ്റഡി വേരിയേറ്റിന്റെ വാല്യൂ ആണ് YGI. ആൻഡ് PI സ്റ്റാർ എന്താ, is equal to PI by PG. ഇനി ഒന്നുമില്ല, ഇതിന്റെ വേരിയൻസും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് y cap RHC is equal to n minus small n by capital N into n minus 1 summation g equal to 1 to n PG y square GI by PI square minus y cap RHC square. This is the variance of RHC estimator. Population total estimator variance. ഇപ്പോൾ സാമ്പിളിങ്ങിൽ കുറേ വേരിയൻസും കാര്യങ്ങളും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്ന് എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, ഇത്രയുമാണ് RHC സാമ്പിളിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഒന്നുമില്ല, പോപ്പുലേഷനെ നമ്മൾ പല ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോരുത്തരെ വെച്ച് എടുക്കുന്നു. അതെല്ലാം കൂടി ഗ്രൂപ്പ് ആക്കുമ്പോൾ നമുക്ക് സാമ്പിൾ കിട്ടും. അവിടെ നമ്മൾ അത് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ദി സാമ്പിൾ ആയിരിക്കും, സൈസ് ഓഫ് ദി യൂണിറ്റ് ആയിരിക്കും. ദെൻ ഒരു പ്രോബബിലിറ്റി, പിന്നെ എസ്റ്റിമേറ്റർ, അതിന്റെ വേരിയൻസ്. ഓക്കെ, ലാസ്റ്റ് വൺ ഇസ് interpenetrating subsamples. Interpenetrating subsamples. Interpenetrating subsamples. എന്താണ് interpenetrating subsamples എന്ന് വെച്ച് കഴിഞ്ഞാൽ, drawing multiple independent samples from the same population using the same sampling method. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ഒരേ പോപ്പുലേഷനിൽ നിന്ന് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ഡ്രോ ചെയ്യുന്നു. അതിനെയാണ് ഇന്റർപ്രിനേറ്റിംഗ് സബ്സാമ്പിൾസ് എന്ന് പറയുന്നത്.
drawing multiple samples, multiple independent samples from the same population. Using the same sampling method. ഒരേ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കുറെ ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് ഒരേ പോപ്പുലേഷനിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെയാണ് ഇന്റർപെനിട്രേറ്റിംഗ് ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ സബ് സാമ്പിൾസ് ഹാവ് ബീൻ സർവേഡ്, ഇങ്ങനെ നമ്മൾ എന്താ പറയാ സാമ്പിൾ എടുത്തു സർവേ ചെയ്ത് കഴിഞ്ഞാൽ by different groups of investigators and processed by different team of workers at the tabulation stage, a comparison of final estimate based on the subsamples provides a broad check on the quality of the survey results. അതായത് നമ്മൾ ഇങ്ങനെ കുറേ സാമ്പിൾസ് ഉണ്ടാക്കിയെടുത്തു, അത് കുറേ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇരുന്നിട്ട് സർവേ ചെയ്യും, ആൻഡ് കുറേ ടീം ഓഫ് ആൾക്കാർ ഇരുന്നിട്ട് അത് പ്രോസസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ടാബുലേറ്റ് ചെയ്യും, കമ്പയർ ചെയ്യും, എന്നിട്ട് ഒരു അനാലിസിസ് ഉണ്ടാക്കും. അത് ആ സർവേയുടെ ഒരു ക്വാളിറ്റി റിസൾട്ടിന് യൂസ്ഫുൾ ആവും. ഇത്രയേ ഉള്ളൂ ഇന്റർപ്രെനേറ്റിംഗ് ഓഫ് സാമ്പിൾസ്. അതായത് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സാമ്പിൾസ് ഉണ്ടാക്കുന്നു, അത് കുറെ ആൾക്കാർ ഇരുന്ന് വെരിഫൈ ചെയ്യുന്നു, സർവേ ചെയ്യുന്നു, പിന്നെ ഒരു ടീം ഓഫ് ആൾക്കാർ ഇരുന്ന് അനലൈസ് ചെയ്യുന്നു, ടാബുലേറ്റ് ചെയ്യുന്നു. അതൊരു നല്ല ക്വാളിറ്റി റിസൾട്ടിന് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് കാര്യം അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്റർപെനിട്രേറ്റിംഗ് ഓഫ് സബ് സാമ്പിൾസ്. ഇത്രയായപ്പോൾ നമ്മുടെ സാമ്പിളിംഗ് സർവേ മെത്തേഡ്സ് ഒരു വിധം കഴിഞ്ഞു. ഓക്കെ എന്നാണ് ഐ ഹോപ്പ്. ആൻഡ് നൗ നമ്മൾ നെക്സ്റ്റ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.